ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് അല്ലെങ്കിൽ സൺസ്ട്രോക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഡയറക്റ്റായിട്ട് സൂര്യപ്രകാശം അടിച്ചാൽ മാത്രം നമുക്ക് വരണം എന്ന് നിർബന്ധമില്ല. വീട്ടിനകത്തിരിക്കുകയാണെങ്കിലും ഈ ഒരു സംഭവം വരാം. അതിന് പല കാരണങ്ങളുണ്ട്. ആ കാരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങളെപ്പോഴെങ്കിലും ഈ ഒരു പ്രശ്നം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസ് മെൻഷൻ ചെയ്യുക. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലരും ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വെളിയിൽ ചൂടത്ത് അധിക നേരം ഒരു പരിധിയിൽ കൂടുതൽ ജോലി ചെയ്താലാണ് നമുക്ക് ഈ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് ശരിയാണ്, അതൊരു സാധ്യതയാണ്. പക്ഷേ ഇതിനെ കൺട്രോൾ ചെയ്യുന്നതായിട്ടുള്ള വേറെ പല ഫാക്ടറുകളുണ്ട്. ശരീരത്തിനൊരു മെക്കാനിസം ഉണ്ട് അല്ലേ, ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടിയുള്ളത്. അതാണ് സ്വെറ്റിങ്, വിയർക്കുക എന്നുള്ളത്. പിന്നെ വേറെയുണ്ട് ശ്വാസകോശം നമ്മൾ ഇൻഹേൽ എക്സ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇതുപോലെ ചൂട് കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. നമ്മുടെ ഫ്ലൂയിഡ്സിലൂടെ യൂറിനിലൂടെയൊക്കെ കുറച്ച് ഇത് പോകുന്നുണ്ട്. ബേസിക്കായിട്ട് സ്വെറ്റിംഗ് ആണ് ഹീറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മെക്കാനിസം. അപ്പം അത് എവിടെയെങ്കിലും ബ്രേക്കായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം നമുക്ക് അഥവാ 40 ഡിഗ്രി സെൽഷ്യസിന് മേളിലോ അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിന് മേളിലോ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിസം ബ്രേക്കാകാൻ ഉള്ള സ്റ്റാർട്ടിങ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തെ ഓർഗൻസ് മാൽ ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും. ഇൻസൈഡ് ഔട്ട് അവിഞ്ഞു പോവും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്, ആരൊക്കെയാണ് റിസ്ക് ഫാക്ടർ, റിസ്ക് ഗ്രൂപ്പിലുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ബ്രീഫായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാനായിട്ട് ഒരു കാരണം ആണെങ്കിലും അതിനെ മാനേജ് ചെയ്യുന്ന അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് നല്ല ഹൈഡ്രേഷൻ ഇല്ലെങ്കിൽ, സ്വെറ്റിംഗ് മെക്കാനിസം പൂർണ്ണമായിട്ട് നടക്കാൻ പറ്റാത്തൊരു മുറിക്കകത്താണ് നമ്മൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നല്ല ഹ്യൂമിഡായിട്ടുള്ളൊരു ക്ലൈമറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാം. അതാണ് പല പ്രിസണേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. പല ആൾക്കാരും മരിച്ചു പോകുന്നുണ്ട് ഒരുമിച്ച്. അതോ അധികം വെൻറ്റിലേഷൻ ഉണ്ടെങ്കിൽ പോലും എയർ സർക്കുലേഷൻ വലുതായിട്ടില്ലാത്ത ഹ്യൂമിഡിറ്റി കൂടുതലായിട്ടുള്ള സ്ഥലത്ത് പ്രിസണേഴ്സ് പലരും മരിച്ചു പോകുന്ന ഒരു ഫാക്ടർ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു പ്രശ്നമാണ്. ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടാണ് പലരുടെയും കഥ കഴിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ വരുന്നത്? അഥവാ എ സി ഒന്നും ഇടാതെ കിടക്കുകയാണെങ്കിൽ രാത്രിയിൽ ജനലൊക്കെ അടച്ചു വെച്ചേക്കുകയാണ്, വലിയ വെൻറ്റിലേഷന് കാര്യങ്ങളില്ല, കറണ്ട് പോവുകയാണ്, ഫാനില്ല എന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഒരു പക്ഷേ ക്രമാതീതമായിട്ട് കൂടാം. ആ കാര്യം മറക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളിപ്പം വെളിയിൽ എവിടെയെങ്കിലും കാർ പാർക്ക് ചെയ്ത് ഇരിക്കാന്നിരിക്കട്ടെ, ഗ്ലാസ്സൊക്കെ പൊക്കി വെച്ചിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, എ സി ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ, വെൻറ്റിലേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ടൈം കഴിയുമ്പം നമ്മുടെ ശരീരത്തിനകത്ത് ഹ്യൂമിഡിറ്റി കൂടാനും, ഹ്യൂമിഡിറ്റി പൊതുവേ എയറിലുള്ളതുകൊണ്ട് സ്വെറ്റിംഗ് മെക്കാനിസം ഒരു പക്ഷേ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം നടക്കാതെ വന്നു കഴിഞ്ഞാൽ ഹീറ്റ് സ്ട്രോക്ക് വരാനൊരു സാധ്യതയാണ്. പിന്നെ പനിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇതിലോട്ട് നയിക്കാവുന്നതാണ്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള ടെൻഡൻസി അത് കൂട്ടുന്നതാണ്. പിന്നെ റിസ്ക് ഗ്രൂപ്പ് മെയിനായിട്ടുള്ളത് കൊച്ചുകുട്ടികളും എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് വരാനുള്ള സാധ്യത നോർമലായിട്ടുള്ള അഡൽറ്റിനെ കാട്ടി അല്പം കൂടെ കൂടുതലാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇതിനകത്ത് വേറെ പ്രാക്ടിക്കലായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഡയറക്റ്റായിട്ട് തേഴ്സ്റ്റ് നമുക്ക് ദാഹം വരണമെന്നില്ല. ഓക്കെ, നമ്മൾ വെളിയിൽ നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ചെറിയൊരു ദാഹമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ പിന്നെ അതൊരു തലകറക്കമായിട്ട് വരാം. തലകറക്കം വന്ന് കണ്ണിലിട്ട് കയറും പോലെ തോന്നാം. ഒരു പക്ഷേ കുഴങ്ങി അവിടെ വീണ് പോയേക്കാം. പിന്നെ ഡയറക്റ്റായിട്ട് വെയിലടിക്കുന്ന സമയത്ത് ഈ ഒരു ഹീറ്റ് സ്ട്രോക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ പിന്നെ കോംപ്ലിക്കേഷനിലോട്ട് വരാം. അത് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പല ഫാക്ടറുകളാണ് ഈ ഒരു ഹീറ്റ് സ്ട്രോക്കിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിച്ചാൽ മാത്രമല്ല, പക്ഷേ വീട്ടിനകത്ത് വെറുതെ ഇരുന്നാൽ പോലും നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് വരാം, അഥവാ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിലും. നല്ല വെൻറ്റിലേഷൻ, അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നല്ല വെൻറ്റിലേഷൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക, കാറ്റിട്ടിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റി മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം വെളിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നടക്കുമ്പം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വിൻഡ് വന്ന് നമ്മൾ കൂൾ ചെയ്യും, സ്വെറ്റിംഗ് മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കും. പക്ഷെ അകത്താണെന്നുണ്ടെങ്കിൽ വലിയ മൂവ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത്
അവിടെ ഒരു ബ്രേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സിംറ്റംസ് അഥവാ ഹീറ്റ് സ്ട്രോക്ക് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഒരു പരിധി കൂടുതലായിട്ടുള്ള സ്വെറ്റിങ്, അത് ഹീറ്റ് സ്ട്രോക്കിന് തൊട്ട് മുമ്പത്തെ ഒരു സൈനാണ്. ഭയങ്കരമായിട്ടുള്ള വിയർക്കുന്ന ഒരു പ്രവണത, പടപടപ്പ് തോന്നുക, അതുപോലെ തന്നെ ദാഹം ഭയങ്കരമായിട്ട് തോന്നുന്നൊരു അവസ്ഥ, ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിന് കൂടുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും, സ്കിന്ന് ഡ്രൈ ആകുന്ന അറിയാൻ പറ്റും, ഡീഹൈഡ്രേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അറിയാൻ പറ്റുന്നതാണ്. പിന്നെ ചില സന്ദർഭങ്ങളിൽ കൺഫ്യൂഷൻ, തലകറക്കം, ഡിസിനസ് പോലെ അനുഭവപ്പെടാം. ബി പിയിൽ ഒരു പക്ഷേ വേരിയേഷൻ വന്നേക്കാം. അതുപോലെ തന്നെ കിഡ്നിക്കോ ലിവറിനോ ഇഷ്യൂസ് ഉള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത സാധാരണയെക്കാട്ടി കൂടുതലാണ്. കാരണം എന്താ, ഇലക്ട്രോലൈറ്റ് ബാലൻസിൻ്റെ വിഷയം വരാൻ ഇവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. അതിൻ്റെ ഡേഞ്ചർ സൈൻ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലകറക്കം, അൺകോൺഷ്യസ്നെസ് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ, പടവടപ്പ് വരുന്നുണ്ടെങ്കിൽ, ബി പിയിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ, ഇലക്ട്രോലൈറ്റ് ബാലൻസ് മാറുന്നുണ്ടെങ്കിൽ ഒക്കെ ഡേഞ്ചർ സൈൻസ് ആണ്. തീർച്ചയായിട്ടും അഥവാ ഹീറ്റ് സ്ട്രോക്ക് ഉണ്ടെന്ന് സസ്പെക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കൂടുതൽ ടെമ്പറേച്ചർ നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതില്ലാത്തൊരു സ്ഥലത്തോട്ട് മാറ്റുക. ടൈറ്റായിട്ടുള്ള ക്ലോത്തിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൂസാക്കി വിടുക. ഓക്കെ, ശരീരം തണുപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, കാറ്റടിച്ചു കൊടുക്കുക, വെള്ളം ചെറുതായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്, വെള്ളം കുടിക്കാനായിട്ട് കൊടുക്കാവുന്നതാണ് കോൺഷ്യസ് ആണ് എന്നുണ്ടെങ്കിൽ. അഥവാ ഹീറ്റ് സ്ട്രോക്ക് യൂഷ്വലി ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ആളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്, അഥവാ കൂടുതലായിട്ട് കോംപ്ലിക്കേഷൻസിൽ പോകുന്നുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനെ വരാതിരിക്കാനുള്ളതാണ്, പ്രിവെൻഷനാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാവുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറിനകത്ത് അടച്ചിരിക്കുകയാണെങ്കിൽ രാത്രി കറണ്ട് പോകുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ പ്രായമായിട്ടുള്ള ആൾക്കാർ വെളിയിൽ ചൂടത്ത് ജോലി ചെയ്യുന്നത്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഇതിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ. പനിയുടെ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, പക്ഷേ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വയ്ക്കുക. ഹീറ്റ് സ്ട്രോക്ക് ഒരു കാര്യം ഞാൻ പറയാൻ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാൽ മാത്രമല്ല, വീട്ടിനകത്ത് ഒരു ഇരുട്ട് മുറിയിൽ ഇരിക്കുകയാണെങ്കിലും ഹീറ്റ് സ്ട്രോക്ക് വരാം, തണുത്ത കാലാവസ്ഥയാണെങ്കിലും വരാം. നമ്മുടെ ബോഡിയുടെ ഹീറ്റ് ഒരു പരിധിയിൽ കൂടുന്നതാണ് നമുക്ക് ഹീറ്റ് സ്ട്രോക്ക് ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യം മറക്കാതെ ചെയ്യുക. സോ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ ഇതിലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.